ചികിത്സ ആത്മാവിനും ആവശ്യം. മത്തായി എഴുതിയ സുവിശേഷം 6:22 മുതൽ 34 വരെ. ചിന്തയ്ക്കായിട്ട് 23-ാം വാക്യം. എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ടെത്ര വലിയത്. ശരീരത്തിനും മനസ്സിനും ആത്മാവിനും സമ്പൂർണമായ ആരോഗ്യമുണ്ടായാൽ മാത്രമേ ഒരുവന് പൂർണ്ണമായ ആരോഗ്യമുണ്ടാകുകയുള്ളൂ എന്ന വസ്തുത മനസ്സിലാക്കാതെയാണ് നാം പലപ്പോഴും ശാരീരികമായ രോഗലക്ഷണങ്ങൾക്ക് ചികിത്സിക്കാറുള്ളത്. നമുക്കുണ്ടാകുന്ന രോഗദുരിതങ്ങൾ ഈശ്വരേച്ഛ മൂലമാണ് ഉണ്ടാകുന്നതെന്ന് വിചാരിക്കുന്നവരുമുണ്ട്. യാതൊരു സൃഷ്ടിയും അപൂർണമായോ വികലമായോ ഇരിക്കാൻ പ്രപഞ്ചശില്പിയായ ദൈവം ആഗ്രഹിക്കുന്നില്ല. താൻ നിർമ്മിക്കുന്ന ശില്പം അപൂർണമായോ വികലമായോ ഇരിക്കാൻ ഏതെങ്കിലും ഒരു കലാകാരൻ ആഗ്രഹിക്കുമോ എന്ന് ഡോക്ടർ വെതർഹെഡ് ചോദിക്കുന്നു. മനുഷ്യൻ്റെ അജ്ഞത, ബുദ്ധിശൂന്യത, പാപകർമ്മങ്ങൾ ഇവയാണ് രോഗഹേതുക്കളായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും രോഗങ്ങൾ ശാരീരിക രോഗലക്ഷണങ്ങളായി പ്രത്യക്ഷപ്പെടാറുണ്ട്. ഇക്കാലത്ത് അത്തരം പൊറുക്ക വ്യാധികൾ ധാരാളമുണ്ട്. ചുരുക്കത്തിൽ മാനസികവും ആത്മീകവുമായ രോഗനിമിത്തങ്ങൾ കണ്ടുപിടിച്ച് ചികിത്സിക്കേണ്ടതായ നിരവധി രോഗങ്ങളുണ്ടെന്ന് സാരം. മിസ്സിസ് ജെ.കെ 50 വയസ്സ് കഴിഞ്ഞു. ഒരു ദിവസം അവരെ അടിയന്തരമായി ഒരു മനോരോഗ ചികിത്സാ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. ദേഹമാസകലം വിറയ്ക്കുന്നുണ്ട്, ചങ്കുവല്ലാതെ ഇടിക്കുന്നു, ശ്വാസം മുട്ടുന്ന പോലെ തോന്നുന്നു. വാസ്തവത്തിൽ അപ്പോൾ തന്നെ മരിക്കുമെന്നായിരുന്നു അവരുടെ വിചാരം. തലേ രാത്രി പേടിപ്പെടുത്തുന്ന ഒരു സ്വപ്നം അവർ കണ്ട് ഉറക്കത്തിൽ നിന്ന് ചാടി എണീറ്റു. എന്താണ് സ്വപ്നമെന്ന് അവർക്ക് വ്യക്തമായി ഓർമ്മയില്ല. ഭയങ്കരമായ ഏതോ ആപത്തുണ്ടാകാൻ പോവുകയാണെന്ന് ഒരു തോന്നൽ. അവർ വല്ലാതെ പരിഭ്രമിച്ചു. ആ സ്ത്രീയുടെ പശ്ചാത്തല ജീവിതത്തിലേക്ക് മനഃശാസ്ത്രജ്ഞൻ കടന്നു ചെന്നു. അവർക്ക് 4 പെൺമക്കളാണ് ഉണ്ടായിരുന്നു. അവരെയെല്ലാം വിവാഹം ചെയ്തയച്ചു. ഭർത്താവ് ഒരു ബിസിനസ്സുകാരനാണ്, ധാരാളം പണമുണ്ടാക്കും. പക്ഷേ പണം ചെലവഴിക്കുന്ന കാര്യത്തിൽ വലിയ കടുംപിടുത്തമാണ് അയാൾക്ക്. ഭാര്യ അനാവശ്യമായി പണം ചെലവഴിക്കുന്നു എന്ന് അയാൾക്ക് പരാതിയുണ്ട്. ഭാര്യയ്ക്ക് കലകളോട് ആഭിമുഖ്യമുണ്ടായിരുന്നു. ഭർത്താവാകട്ടെ തികഞ്ഞ ഒരു രസികനും. ചിത്രകലയിൽ വാസനയുള്ള ഭാര്യ ചിത്രരചനയിലോ സർഗാത്മകമായ മറ്റെന്തെങ്കിലും കാര്യത്തിലോ ഏർപ്പെടുന്നത് ഭർത്താവിന് പുച്ഛമാണ്. വൈകുന്നേരം വീട്ടിൽ വന്നാൽ പത്രവായനയുമായി അയാൾ കഴിയും. പണം ഉണ്ടാക്കണമെന്നല്ലാതെ തൻ്റെ ഭാര്യയോടൊത്ത് അല്പസമയമെങ്കിലും സന്തോഷമായി കഴിയുന്നതിനോ നർമ്മ സംഭാഷണത്തിൽ ഏർപ്പെടുന്നതിനോ അയാൾക്ക് സമയമില്ല. ഒരിക്കൽ ഭർത്താവ് ബിസിനസ് പ്രമാണിച്ച് യാത്ര ചെയ്തപ്പോൾ ഒരു പട്ടണത്തിൽ വെച്ച് ഹൃദ്രോഗമുണ്ടായി. ഏതാനും ആഴ്ചകൾ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു. ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാറായപ്പോൾ ഡോക്ടറുടെ ഒരു കമ്പി സന്ദേശം ഭാര്യയ്ക്ക് കിട്ടി. ഏതാനും ദിവസങ്ങൾക്കകം ഭർത്താവിനെ ഡിസ്ചാർജ് ചെയ്യുമെന്നായിരുന്നു സന്ദേശം. എന്നാൽ ആ കമ്പി സന്ദേശം കിട്ടിയ ദിവസമായിരുന്നു ആ സ്ത്രീ സ്വപ്നം കണ്ടതും തുടർന്ന് അസ്വസ്ഥതകളെല്ലാം ഉണ്ടായതും. ഭർത്താവിൻ്റെ തിരിച്ചുവരവായിരുന്നു യഥാർത്ഥത്തിൽ അവരുടെ പേടി സ്വപ്നം. താൻ സ്നേഹിച്ചിരുന്ന ഭർത്താവിനോട് തോന്നിയ വിരോധവും നീരസവും അബോധ മനസ്സിൽ അടിച്ചമർത്തപ്പെട്ട് കിടന്നിരുന്നു. ഇതായിരുന്നു അവരുടെ ശ്വാസമുട്ടലിൻ്റെയും വിറയലിൻ്റെയും ചങ്കിടിപ്പിൻ്റെയും ഇപ്പോൾ മരിക്കുമെന്നുള്ള വിചാരത്തിൻ്റെയും പിന്നിലുള്ള രഹസ്യമെന്ന് കണ്ടുപിടിക്കപ്പെട്ടു. അവരുടെ ആത്മാവിനെയും മനസ്സിനെയും ബാധിച്ച ആ രോഗം സൗഖ്യമാക്കപ്പെട്ടതോടെ അവരുടെ അസ്വസ്ഥതകൾക്കും ശമനമുണ്ടായി. ഇതുപോലെ ഉള്ളിൽ ഒതുക്കി വയ്ക്കുന്ന വിദ്വേഷത്തിൻ്റെയും നീരസത്തിൻ്റെയും ഫലമായി എത്ര ആളുകളാണ് പലതരത്തിലുള്ള രോഗങ്ങൾക്ക് വിധേയരായി ഗുളികക്കുപ്പികളും കുത്തിവയ്പ്പുകളും മറ്റുമായി കഴിഞ്ഞുകൂടുന്നത്. നാം സ്നേഹിക്കുന്ന ഒരാളോട് വിരോധമോ കഠിനമായ വിദ്വേഷമോ ഉണ്ടായാൽ അത് മനസ്സിൻ്റെ താഴെ തട്ടിൽ ഒളിച്ചു വയ്ക്കുകയോ അടിച്ചമർത്തുകയോ ചെയ്താൽ ആ വിദ്വേഷം നമ്മെ പേടിപ്പെടുത്തുന്ന രോഗരാക്ഷസനായി പിന്നീട് പ്രത്യക്ഷപ്പെടുമെന്നുള്ളത് ശാസ്ത്രജ്ഞന്മാർ സമർത്ഥിച്ചിട്ടുണ്ട്. ഓർക്കണമേ, നിന്നോട് ചെയ്യാൻ ആഗ്രഹിക്കാത്തത് നീയും ചെയ്യരുത്. മത്തായി എഴുതിയ സുവിശേഷം 6:27. വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.